അനിമോളായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അനിമോളെ ഞാനൊരു സിസ്റ്ററിനെ പോലെ കണ്ടത്. നമ്മുടെ കൂട്ടുകാരൻ ഷിയാസിൻ്റെ സിസ്റ്ററിനെ പോലെയാണ് എനിക്ക് അനിമോള്. അപ്പോൾ ഞാൻ എപ്പോഴും നടിമാരെ കാണുമ്പോൾ ഈ മാഡം ചേച്ചി എന്നൊക്കെ വിളിക്കും. പക്ഷേ അനിമോളെ കാണുമ്പോൾ എനിക്ക് ആ വിളി വന്നില്ല. എന്ത് പറ്റി തരാം അതാണെന്ന് അറിയാം. അനിമോളെ ഞാൻ വിളിച്ചു ആദ്യം സെൽഫി എടുത്തപ്പോൾ. കാരണം സ്റ്റാർ മാജിക്കിൽ അനിമോളുടെ പെർഫോമൻസ് അറിയാലോ, കുറച്ച് കോമഡി ആയിട്ടുള്ള സംഭവം. അപ്പോൾ അത് കണ്ടപ്പോൾ എപ്പോഴും കോമഡി ആയിരിക്കുമെന്ന് ഓർത്തിരുന്നു. പക്ഷേ എപ്പോഴും കോമഡി അല്ലെന്ന് പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി. രാത്രി ആയപ്പോൾ ടാറ്റ പറയുമ്പോൾ വീണ്ടും ടാറ്റ പറയാൻ വേണ്ടി എന്നെ ആട്ടയം വിളിച്ചു. ആട്ടയം മുടി വളർത്തിയെന്ന് പറഞ്ഞ് ഇപ്പോൾ മുടി വെട്ടി. അപ്പോൾ പുള്ളിയെല്ലാം വിളിച്ച് അപ്പം പേരൊക്കെ അനിമോളെ കാണണമെന്ന രീതിയിൽ ആട്ടയം പറഞ്ഞു. അപ്പോൾ പെരേരെ കാണേണ്ട ഒരാളെ കാണുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ എനിക്കത് പെട്ടെന്ന് പെട്ടെന്ന് കഥ അല്ലേ അവിടെ നിന്ന് ഓടിയല്ലേ, അവിടെ ഷിയാസിൻ്റെ അവിടെ നിന്ന് ഞാൻ ഓടിയല്ല, മറ്റേ സ്റ്റേജിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് അതപ്പ് വന്നു. അപ്പോൾ എൻ്റെ മൈൻഡ് മാറിയിട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തരിയായിട്ട് തോന്നിയുകൊണ്ട് അസഭ്യമായിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് അപ്പോൾ അതിൽ അനിമോളോട് പറയാനുള്ളത്, അനിമോള് ഞാൻ പറഞ്ഞതിൽ തെറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. നമ്മൾ വൈറലാൻ വേണ്ടി പറഞ്ഞതല്ല, എവിടെയോ പറഞ്ഞു. എനിക്ക് കുറേ ഒരുപാട് മീഡിയ ഞാൻ എൻ്റെ ബൈറ്റ് എടുക്കാറുണ്ട്. അവിടെ പറഞ്ഞൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർക്കും കൂടിയില്ല. കാരണം വേറൊരു ലോകത്തായിപ്പോയി. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ പെട്ടെന്നൊക്കെ ചാടുമ്പോൾ ആൾക്കാർ ചോദിച്ചു എല്ലാവരും അയച്ചു തന്നെ ഈ വീഡിയോ. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു തന്നു. കാരണം ജോസെ പിന്നെയും വൈറലായല്ലോ, പിന്നെയും സ്റ്റാർ ആയല്ലോ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഒരു നിഗമനത്തിൽ ഇപ്പോൾ എന്നെ പറ്റിയൊരു നടി വീഡിയോ ആയിട്ട് സംസാരിച്ചത് ആദ്യമായിട്ട്.